കുട്ടി. ഗുഡ് മോർണിംഗ്. ചിന്തരി കുട്ടി എഴുന്നേറ്റാടി. ഹലോ ഗൈസ്. ഗുഡ് ഗേൾ. കൈ കുട്ടിക്ക്. അതേ കണ്ട പല്ലുണ്ട കുഞ്ഞി രണ്ടെണ്ണം. കൈ കൊട്ടി കാണിച്ചേ. കൈ കൊട്ടുണ്ണി കൈ എന്നെ കൊച്ചു ഡോൾ അല്ലേ? എന്നെ കൊച്ചു രണ്ടാമത്തെ ദോശയായി കേട്ടോ. ആദ്യത്തെ ദോശ. ഈ കഴുത്തും തന്നെ ഇങ്ങനെ ചിരിച്ചു പിടിക്കുന്നേ മോഹൻലാലാണോ? ഇത് മീമി കഴിക്കേ. ഈ കൈ തന്നെ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞങ്ങൾ ഇനി ഉറങ്ങും. ഗുഡ് മോർണിംഗ് കുഞ്ഞുമണി. ഇരിപ്പെണ്ണേ ഇരിപ്പെണ്ണേ ഇരിപ്പെണ്ണേ. എഴുന്നേക്കുന്നില്ല കുട്ടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാത്തക്കുട്ടി. ഗുഡ് മോർണിംഗ്. ചിന്തരി കുട്ടി എഴുന്നേറ്റാടി. ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമ്മേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉറക്കം തീരുന്നില്ലേടി? ഉറക്കം തീരുന്നില്ലേടി? നീ നേരത്തെ ഉറക്കത്തിൽ എന്തൊക്കെയോ പറയുന്നത് കേട്ടായിരുന്നല്ലോ. എന്നാ പറഞ്ഞ ഉറക്കത്തില്? എന്നാ പറഞ്ഞത്? ചുഗമായി ഉറങ്ങിയായിരുന്നോ? നല്ലപോലെ ഉറങ്ങിയോ? ക്ഷീണം മാറിയില്ലേപ്പാ? അവർക്ക് ക്ഷീണം മാറിയില്ലേടി? മോർണിംഗ് ഗൈസ്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ദിവസം മാർത്തയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇല്ലേ ഇല്ലേ അല്ലേ മാർത്ത? ഹലോ ഗൈസ്. ഹലോ ഗൈസ് എന്ന് പറഞ്ഞേ. ഹലോ ഗൈസ് എന്ന് പറഞ്ഞേ. പറഞ്ഞേ. ഹലോ ഗൈസ് പറഞ്ഞേ മാർത്ത. കിടക്കല്ലേ? ഹലോ ഗൈസ് പറഞ്ഞേടി. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഹലോ ഗൈസ് പറ. അപ്പം ഇനി മാർത്ത ഞങ്ങളെല്ലാവരും ജസ്റ്റ് എണീറ്റതേ ഉള്ളൂ. അപ്പം ഇനി കാപ്പിയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മാർത്തയ്ക്ക് എന്താ കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം. ബാ പോകാം. ബാ വരി. ഒരുമ്പ തരാമോ? അപ്പം അതെ മാർത്ത രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ മാർത്തയുടെ കളിപ്പാട്ട ബോക്സൊക്കെ ഒന്ന് നോക്കും. സാധനങ്ങളെല്ലാം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. രാത്രി പോയപ്പോൾ ഉള്ള പോലെയാണോ അല്ലേ മാർത്ത? ഓ തൊക്കോ തൊക്കോ. ഇതെന്താ? ഇതെന്ന് ടോയ് ആണോ? അത് ഇത് വെച്ചേ. ഇതെങ്ങനെയാന്ന് വെച്ച് കാണിച്ചേ മമ്മേനെ. ഒയ്യോ ചാടിപ്പോയോ. ചുമയാ? ഓ ഭയങ്കര ചുമയാണോ? അതെവിടുന്ന? ചുമയ്ക്കാൻ പാടില്ല. കള്ളച്ചുമയാ? അയ്യോ അത് ഇടുന്ന എൻ്റെ ഒരു ഇതൊക്കെ. അയ്യോ
കൊലക്കൊലി. ഗുഡ് ഗേൾ. ഗുഡ് ഗേൾ കൈ കൊട്ടിക്കേ. ഇട്ടെ തന്നെ ഇടും വാർത്ത തന്നെ ഇടും. വാർത്ത ഇതെല്ലാം ഒന്ന് വെച്ചേ. തന്നെ ഇട്. ഇതിന് കളിപ്പണ്ട ഇങ്ങനെ ഇടി. 1 by 1 ഇട്ടാ മതി. അതാണോ ആദ്യം ഇടുന്നേ? അതാണോ ആദ്യം ഇടുന്നേ? അത് താഴോട്ട് പോവോ ഇട്ടാല്? അമ്മ മാറിപ്പോയി. അതല്ല, അതല്ലടോ. അമ്മ കാലം തീർന്നില്ലേ? ഇനി ഇതെവിടെ ഇടും? സ്ഥലം ഉണ്ടോ മാർത്ത? നമുക്ക് ബ്രഷ് ചെയ്യണ്ടേ മാർത്ത? ബ്രഷ് ചെയ്യണ്ടേ? ബ്രഷ് ചെയ്യാൻ പോകാം. ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്യാം. ബ്രഷ് ബ്രഷ് ചെയ്യണ്ടേ? ബ്രഷ് ചെയ്യണ്ടേ? ബ്രഷ് ചെയ്യണ്ടേ? നമുക്ക് ബ്രഷ് ചെയ്താലോ? മത്തക്ക് പല്ലുണ്ടോ? പല്ല് മത്തയുടെ പല്ലെന്തിയേ? ഇവിടെ തുറക്കണ്ടെന്നേ. പല്ലെന്തിയെ? പല്ല് പല്ല് കാണിച്ചെടുത്തേ. നിങ്ങളുടെ പല്ല് കണ്ടോ ഗൈസ്? പല്ല് കാണിച്ചെടി. നാക്കകത്തിട്. പല്ല് കാണിച്ചു കൊടുക്ക്. ഞാൻ പല്ല് തേച്ച് തരാം. 4 2 6 പല്ലുണ്ട്. ഞങ്ങളിപ്പോൾ കുഞ്ഞി കൈ കൊണ്ടാണ് പല്ല് തേക്കുന്നത് അല്ലേ? താഴോട്ട് കഴുത്താക്കുക. ഇതെന്താ ഈ മേലോട്ട്? അതേ കണ്ട പല്ല് കണ്ട കുഞ്ഞി 2 എണ്ണം. എടി താഴോട്ട് പിടിക്കടി. ഇങ്ങനെ പിടി. അപ്പനെ നോക്കിക്കേ. കേട്ടാ കാണിക്ക. എനിക്ക് പല്ല് തേക്കാൻ പറ്റും. നീ എന്തിനാ ഇങ്ങനെ കഴുത്ത് കൊണ്ട് കടിക്കല്ലേ? എന്നാ ഇപ്പൊ കടിക്കാനും തുടങ്ങിയിട്ടുണ്ട്. മുഖം കാണിച്ചേ. മുഖം കഴിയണം രാവിലെ. നാക്കം കൊണ്ട് വരുന്നത് എന്തിനാ? വെള്ളം കുടിക്കാനാ? വെള്ളം കുടിക്കാനാ? നാക്കം കൊണ്ട് വരുന്നതിന് എന്തിനാ? കളിപ്പെണ്ണേ. ഒരു വരി. ഗായ്സ്, നമുക്ക് മാത്തയുടെ നൈറ്റ് ഡ്രസ്സ് മാറ്റി നോർമൽ ഡ്രസ്സിലേക്ക് ഇടാം. ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പം നമ്മൾ കൂടുതലും കോട്ടൻ്റെ ഡ്രസ്സസ്സാണ് ഇടിയിപ്പിക്കാറ്. ഉടുപ്പ് മാറാനൊന്നും ഞങ്ങൾ നിന്ന് തരുമൊന്നുമില്ല. ഞങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ല. അപ്പം മാർത്ത പോവാണോ? മാർത്ത ഡ്രസ്സ് മാറണ്ടേ? അയ്യേ മാറ്റേ. ഷെയിം വെക്കും ഇപ്പോഴേ. പോലെ വാടി നോക്കട്ടെ. അയ്യോ, മാർത്തയ്ക്ക് പുതിയ ടോയ്സ് കിട്ടിയ വല്യമ്മ ഇപ്പം മാർത്തയ്ക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നോ? ഓപ്പൺ ചെയ്യണോ? കണ്ട ഇതാണ് കാറ്റർപില്ലർ. ഹായ്. പുതിയ സാധനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറച്ച് നാളത്തേക്കേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ചൂടൊക്കെ അങ്ങ് പോകും. ഹായ് ടോയ് കിട്ടിയോ? ഹായ് മാർത്ത. പേപ്പർ അന്ന പേപ്പർ. ഹലോ ഗായ്സ്, ഇതാണ് ഇതാരാ ഇത്? ഹലോ ഗായ്സ്, ഇതാണ് എമീറ ആൻ. ഇത് മാറ്റയുടെ കുഞ്ഞ് സിസ്റ്ററാ. ഞങ്ങൾ അന്ന കൊച്ചേന്ന് വിളിക്കും. ഹലോ ഗായ്സ്.
എന്നെ കൊച്ചു മാർത്തേനേക്കാളും 4 മാസം ഇളയതാ, കുഞ്ഞി ബേബിയാ. എന്നെ കൊച്ചു കൈ കൊട്ടിക്കേ. ആ കൈ കൊട്ടി കാണിച്ചേ. കൈ കൊട്ടുണ്ണി കൈ കൊട്ട് അപ്പൻ്റെ. മാർത്ത, മാർത്ത ഇങ്ങോട്ട് വാ. മാർത്തക്ക് പുതിയ ടോയ് കിട്ടിയപ്പോഴത്തേനും മാർത്ത വേറെ വഴിക്കേ പോയി. മാർത്ത ഇതെന്നാടി? ഇതൊരു പൂച്ചയാണോ പുലിയാണോ എലിയാണോ? ഇതാരാ ഇത്? പൂക്കി. അതൊന്ന് അന്നക്കൊച്ചിന് കൊടുക്ക. അന്നാന്ന് വിളിച്ചേ. അന്ന വാ മാർത്ത, അന്നയ്ക്ക് കൊടുത്തേ ഒരെണ്ണം. അന്ന ചോദിക്കുന്നു മാർത്തയോട്. തായോ 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 താടി ഒരെണ്ണം കൊടുക്കടി. എന്നെ പാവം നീട്ടി കൈ തുറന്ന് നീട്ടുക. കൊടുക്ക്. ഞാൻ തട്ടിപ്പറിക്കില്ലെങ്കിലേ ഭയങ്കര താടി പറ്റിച്ചേ. ഇതന്നെ കൊച്ചിൻ്റെ ആണേ. ജിങ്കിരി 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 ജിങ്. ഇത് തട്ടിപ്പറിക്കരുത്. തരില്ല തരില്ല തരില്ല. ഷൂ അമ്മേ. ആ പിടിക്കടി. നീ ഇത് കൊടുക്കരുത് അവക്ക്. ആ നോ 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 മാർത്ത. എന്നെ കൊച്ച് ഡോൾ അല്ലേ? ഡോളായി എന്നെ കൊച്ച്. എന്നെ കൊച്ച് പേപ്പൻ എന്തിയേ? അന്ന പേപ്പനെ നോക്കിയടി. പേപ്പൻ അന്നയും മൂളാൻ തുടങ്ങി. കൈ കൊട്ടിക്കേ. കൈ കൊട്ട്. അതുകൊണ്ട് മാറേ. കൈ കൊട്ട്. അന്നാന്ന് വിളിച്ചേ മാർത്ത. അന്നാന്ന് വിളിച്ചേ. അന്നെ വിളിക്കേ. നോനോനോ പറഞ്ഞോട്. നോനോനോ 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 നോനോനോ. തിരിച്ചു വെക്കടി. അതിനകത്ത് കളിപ്പണയാണ്. എല്ലാം എടുക്കുവാണോ? മത്തിയിട് മത്തിയിട്. എടുക്കുവേ. കളിപ്പണി എടുക്കാൻ പോവാണേ. കളിപ്പണി എടുക്കാൻ പോവാണേ. അതോടെ ഞാൻ മൂടി തരിക. ദോശ നീ മാറ്റിക്ക്. ദോശ കൊടുക്കുന്ന കണ്ണ് കോഴിക്കോട്ടിലാന്ന് പറഞ്ഞാൽ അന്നയുടെ പാത്രത്തിലോട്ടാ. അത് അന്ന കഴിച്ചു തുടങ്ങി. മാർത്ത കഴിക്ക്. മാർത്ത ദോശ എന്ന് പറഞ്ഞേ. ദോശ പറഞ്ഞേ. ദോശ. കൊച്ചു രണ്ടാമത്തെ ദോശയായി കേട്ടോ. ആദ്യത്തെ ദോശ കൊച്ചു രണ്ടാമത്തെ ദോശ എടുത്തു. ആ ഞാൻ കഴിച്ചു. താഴോട്ടാണോ ഡികിള്ളുന്നേ? ആ മമ്മ നുള്ളി നുള്ളി തരട്ടെ. യമ്മിയാണോ? നല്ല നെയ്യൊക്കെ തേച്ച് ദോശ കഴിക്കാം. ദോശ എന്ന് പറഞ്ഞേ. ദോശ 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 ദോശ. അമ്മ എടുത്തോണ്ട് പോയി. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാർത്തയ്ക്ക് പാത്രത്തിൽ കൊണ്ടുവച്ച് കഴിയുമ്പം ഭയങ്കര കളിയാ. ഇതൊന്നും തിന്നാനോ അങ്ങനത്തെ ഒരു ശുഷ്കാന്തിയൊന്നും ഇല്ല. ഞങ്ങൾ ദോശ കഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഒന്നും കഴിച്ചില്ല. അത് കാരണം ഞങ്ങൾ രാവിലെ
ഇപ്പം സിർലാക്ക് ഇച്ചിരി കൊടുക്കും. അന്നേരം എന്തെങ്കിലുമൊക്കെ വൈകിട്ട് ചെല്ലുമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ ഇച്ചിരി സിർലാക്ക് കൊടുക്കും. അതും കഴിക്കാൻ വലിയ പാടാ, എന്നാലും എന്തെങ്കിലുമൊക്കെ തീറ്റിക്കണമല്ലോ അല്ലേ മാർത്ത? ഇച്ചിരി സിർലാക്ക് കഴിച്ചാലോ? അയ്യോ സൈക്കിൾ എവിടുന്നുണ്ട? സൈക്കിൾ എവിടുന്നുണ്ട? മാർത്താൻ സൈക്കിൾ എന്തിയെ? മാർത്താൻ സൈക്കിൾ ബേബി സ്കൂളിൽ പോകുന്ന സൈക്കിൾ ചവിട്ടി നോക്കി മാർത്താൻ സൈക്കിള്. സ്കൂൾ ബസ്. ഹലോ ഗായ്സ്, ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഞങ്ങള് കുറുക്കുപാപ്പ ഒക്കെ കഴിച്ചു. ഉറക്കത്തിന്റെ സമയമായി. ഉറങ്ങണോ? ജാരി വെക്കണോ? നോക്ക്, മാർത്തയോ അല്ല കൊച്ചും ഉറങ്ങാനുള്ള സിഗ്നലൊക്കെ തരാൻ തുടങ്ങി. ഞങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് ഗായ്സ്. ഞങ്ങൾ ഉറക്കം കഴിഞ്ഞു. ഞങ്ങളുടെ രാവിലത്തെ ഉറക്കം കഴിഞ്ഞു. ഉടുപ്പയിലൊക്കെ നോക്കി ഇതെന്നെ ഇത് സിർലാക്കാ എന്നെ ഉടുപ്പയിൽ. ഇനി ഉച്ചയ്ക്ക് ശേഷം ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഉറങ്ങും. ചെറിയ ഉറക്കം, ഒരു അരമണിക്കൂർ പോലും ഉറങ്ങിയില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഡാൻസ് കളിച്ചേ. ബേബി ഷട്ടിട്ട് തല കുലുക്കി കാണിച്ചേ. തല കുലുക്കുന്നത് എങ്ങനെയാ? ഈ കഴുത്തെന്തിനാ ഇങ്ങനെ ചിരിച്ചു പിടിക്കുന്നേ? മോഹൻലാലാണോ? ചരിക്കണം ഇങ്ങനെ മേലോട്ട്, എന്നാലേ അത് കിട്ടത്തുള്ളൂ. ചുമയാ? മതി 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 മതി, അത്രയും ചുമച്ചാൽ മതി. ഇനി കുറച്ച് നേരം കളിക്കും. അതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കും. ഇപ്പോൾ സമയം എന്നായി? 12:30. 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും മാർത്ത ലഞ്ച് കഴിക്കും അല്ലേ? അപ്പം താന്ന് പറ അപ്പയോട്. ഒന്നിയോ എണീറ്റാ കേറില്ല. എങ്ങനെ എടുക്കും? അയ്യോ ഇടുങ്ങി പോയോടി മുഖം മുങ്ങി. പറ്റുന്നില്ലേ? ഇന്നലെ എടുത്താണല്ലോ എടുത്ത് ഇങ്ങനെയാണ് എടുത്ത് കാണിക്കാവേ. എടുത്ത് കാണിക്കാവേ. ഈ മാർത്ത എടുക്ക്. അരിശം വരുവാ, അരിശം. എനിക്കൊന്നും വേണ്ട. എടുക്കാതെ ബോള്. ബോൾ എടുക്കൂ. ഞാൻ അമ്മ എടുത്ത് മാത്ത കൈയിട്ടെ എടുക്ക. പോട്ടെ പോട്ടെ, ഒറ്റ പ്രാവശ്യം കൂടി അങ്ങനെ. അയ്യോ ഇതല്ല ഡ്രാമ ക്വീൻ. ഇനി ഇട്ടിട്ട് ഞാൻ എടുത്തതില്ല, നീ തന്നെ എടുക്കണേ. അപ്പോൾ ഉച്ചയ്ക്ക് സമയം 1:30 കഴിഞ്ഞു. അപ്പം നമ്മുടെ മാർത്തയുടെ ലഞ്ച് ടൈം ആയി. സാധാരണ കുറുക്കൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഇനി അങ്ങനെ കുറുക്കി തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിടയ്ക്ക് ചോറും വീട്ടിലത്തെ സാധനങ്ങളെല്ലാം ജസ്റ്റ് കൊടുത്തു തുടങ്ങി. കഴിക്കാൻ വലിയ മടിയാണ്, എന്നാലും കുറച്ചിപ്പോൾ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്താൽ ഇച്ചിരി കഴിയുമ്പം കുറച്ച് കുറുക്കും കൂടെ കൊടുത്താലേ വയറൊക്കെ നിറയുള്ളൂ. അപ്പോൾ നമ്മൾ ചോറുണ്ട്. ഇത് പാത്രത്തിൽ മൊത്തം ഇട്ട് കഴിഞ്ഞാൽ അവളതെല്ലാം തട്ടി താഴോട്ട് ഇടുന്ന കാരണം കുറച്ച് വെച്ച് കൊടുക്കും. ചോറുണ്ട്, ചോറിന് കറി, പരിപ്പ് കറി,
മീമി കഴിക്കേ, മീമി കഴിക്കേ. മീമി അമ്മി അമ്മയൊക്കെ മീൻ ഇഷ്ടമാണ്, മീൻ കഴിക്കും, മൂട് പോലെ ഇരിക്കും. എമ്മി അമ്മി കഴിക്കേ. ആ ഒരെണ്ണമാണോ എടുത്ത് അത് വായി പോയതുമില്ല. മീമി മീമി ഇതേ മീമി മീമി കഴിക്കേ. വരുന്ന മീമിയാണോ കഴിക്കുന്നേ? മീമിയാണോ? ആ മീമി കഴിക്ക്, വേഗം കഴിക്ക്. അവൾക്ക് ഇഷ്ടമുള്ള സാധനം അവളെ ഇറക്കും, എന്നിട്ട് ബാക്കി വായിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തടയുവാണെങ്കിൽ അത് മാത്രം തുപ്പിക്കളയും. അതാണ് പരിപാടി. കഴിക്ക്, ചോറ് പറക്കത്തില്ല. ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ മുരിങ്ങയില ഞങ്ങൾക്ക് വേണ്ടി തോരൻ വെച്ചപ്പം അവൾക്ക് അത് അടുത്ത് കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ദിവസം ഇവർക്ക് വേണ്ടി മാത്രം മുരിങ്ങയില മേടിച്ചുകൊണ്ട് വന്നു. അന്ന് ആ സാധനം തുപ്പിയതല്ലാതെ ഒരു ഇച്ചിരി വയറ്റി ചെന്നില്ല. കഴിക്ക്. ഇതെന്നെ മോൻ കഴിക്കുന്ന സാധനം? നേരത്തെ എന്താ കഴിക്കുന്നേ? എന്ത് മീമി? ആ കണ്ടോ, താഴെ ഇടാൻ തുടങ്ങി. എമ്മിയാണോ? പരിപ്പ് കറി കണ്ടോ, പാത്രം എടുക്കാൻ തുടങ്ങി. മതിയേ, തിന്നടി അങ്ങോട്ട്. ഞാൻ അടിക്കും അടിക്കും. എങ്ങനെയാ അടിക്കുന്നേ? എങ്ങനെയാ മമ്മ അടിക്കുന്നേ? ആ ഇതൊക്കെ തുപ്പി വിടുന്നേ. ഇത് മീമി കഴിക്കേ. ആരേലും ഒന്ന് രക്ഷിക്കേ. ഒന്നും കഴിക്കുന്നില്ല, കുറുക്ക് തന്നെ ശരണം. ചില ദിവസങ്ങളിൽ ഇച്ചിരി ചോറൊക്കെ കഴിക്കുന്നതാ മീനുള്ളത് കാരണം. പക്ഷെ ഇന്ന് ഒട്ടും കഴിച്ചില്ല, അത് കാരണം കുറുക്കുണ്ടായിക്കൊണ്ട് വരാം. അങ്ങനെ ഞങ്ങൾ കുറുക്കിലേക്ക് വന്നിരിക്കുകയാണ്. റാഗി കുറുക്ക് ഇന്നോന്നറിയില്ല, ചില ദിവസങ്ങളിൽ തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാട്ടൊക്കെ ആണ്ടേ. ഓംലെറ്റ് ഓംലെറ്റ് ബ്ലൂയി ഓംലെറ്റ് കഴിക്കുന്നു. ബ്ലൂയി വരുന്നുണ്ടേ. ഹായ് ബ്ലൂയി. ഹായ് മാത്ത. ഡു യു വാണ്ട് സം ബർഗർ? ഡാഡ് ഉണ്ട്, മം, ബ്ലൂയി, ബിങ്കോ. ഡാഡ്, മം, ബിങ്കോ ആൻഡ് ബ്ലൂയി. ബ്ലൂയി ബ്ലൂയി എന്ന് പറഞ്ഞേ. ഭക്ഷണം കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ്. ബ്ലൂയി കട്ടിലേന്ന് വീണെന്ന് നോക്കിക്കേ. ബ്ലൂയി ഫെൽ ഡൗൺ ഫ്രം കട്ടിൽ. ബ്ലൂയിയേ കട്ടിലേന്ന് വീണു. ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളിൽ ഭയങ്കര സ്ട്രെസ്സാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. ആരുടെ അവിടെ പാട്ടിടുന്നത്? സൈഡിൽ എന്നെ കൊച്ചു ഫുഡ് കഴിക്കുന്നുണ്ട്. അതില് മാത്തച്ചമ്പകം പൂത്തില്ലേ, മഴപ്രാവ് പറഞ്ഞില്ലേ. ധൂമിച്ചാലേ അന്റെ ബ്ലൂയി കസാര തള്ളുന്നുണ്ടോ? ആരടി പുറത്തോടെ പോയി. ബ്ലൂയി ഫ്രിഡ്ജ് തുറന്നു. മാത്തയുടെ ഫ്രിഡ്ജ് എന്തിയേ? ഇന്ന് ഇച്ചിരി ലേറ്റ് ആയി, ഭക്ഷണം ചോറ് കഴിപ്പില്ലാത്ത കാരണം. ഇനിയിപ്പം കുളിക്കുമ്പോ എല്ലാം കരച്ചിലായിരിക്കും അല്ലേ? നോക്കിയേ ബ്ലൂയി. ആണ്ടേ ദേ ബ്ലൂയി ബർഗർ തിന്നുന്നോ. അയ്യോ മണക്കച്ചെമ്പകം പൂത്തില്ലേ. എന്റെ കൂട്ടുന്നുണ്ടോ? മമ്മി ഡാഡി എന്ന് വിളിക്കുന്നു. മമ്മി ഡാഡി, മമ്മി മമ്മ ഡാഡി എന്ന് വിളിക്കുന്നു. മാർത്ത വിളിച്ചേ. ഞാനിത് കൊടുത്തിട്ട് വരാം. ഇതൊരെണ്ണം ഒരുവിധം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി കൊടുത്തു കഴിഞ്ഞാൽ റെഡിയായി. കുഴപ്പമില്ല, ഇന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുറുക്ക് കഴിച്ച് കഴിഞ്ഞു. വയറൊക്കെ
വയറൊക്കെ നിറഞ്ഞു അല്ലേ മാത്ത? വയറ് നിറഞ്ഞോ? കുമ്പ നിറഞ്ഞോ? കുമ്പ നിറഞ്ഞോ? തന്നെ കഴിക്കും. തന്നെയാണേ കഴിക്കുന്നേ. കുളിക്കാൻ പോകാം. 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് നടന്ന് കുളിക്കും അല്ലേ? കുളിച്ചിട്ട് വരാം. കുളിക്കാം. ഓക്കെ, സീ യു. ഓക്കെ. കഴിഞ്ഞില്ലേ? ഈ വെള്ളം ഒഴിക്കട്ടെ? ചിങ്കലാല ചിങ്കലാല. വെള്ളം വേണോ ഇനി? ഇല്ല ഇല്ല. ിക്കട്ടെ ഉപ്പ് വെക്കട്ടെ. നീത്ത തേക്കുന്നേ? തല തേക്കുവാന്ന് വിചാരിച്ച് ഇപ്പോഴേ കരയുവാണ്. കൈ കൈ കൈ. നീ കാല് കുഞ്ഞി കശം കാണിച്ചേ. നീ കൈ, ഈ കൈ തന്നെ. എന്നാന്നേ കൈ 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 കൈ. നോ നോ നോ. ഇനി കഥ മാറും. ഇനി തലയിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും കരയാൻ തോന്നും. കണ്ടോ കണ്ടോ? എന്താ പ്രശ്നം? ഒന്നും പ്രശ്നം. കൈ വേഗം കഴുകാം. രക്ഷപ്പെട്ടോടുക. നമ്മ വേഗം മുഖത്ത് പോകാതെ ഒഴിച്ചെടുക്കുക കേട്ടോ. എന്റെ മേത്തോട്ട് കയറുന്നത്. കഴിഞ്ഞേ? തീർന്നു. ഇനി ഒറ്റ പ്രാവശ്യം കൂടി. ഇല്ല, കഴിഞ്ഞു മുഖം മാറ്റടിച്ച്. തല നോക്കട്ടെ? നോ 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 ആണോ? അപ്പൊ ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞു വന്നു. ഞങ്ങൾ ഇനി ഉറങ്ങും. അപ്പൊ ഇന്ന് മാർത്തയുടെ ഒരു നോർമൽ ഡേയില് മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ റൂട്ടീൻ ഇത്രേ ഉള്ളൂ. ആഫ്റ്റർനൂൺ റൂട്ടീൻ. ഇത് ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പാർക്കിലൊക്കെ പോകും. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ ഞങ്ങൾ അത് വേറൊരു വീഡിയോ ആയിട്ട് പാർക്കിൽ പോകുന്നതും കാര്യങ്ങളും ഒക്കെ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാം അല്ലേ? ബൈ ഗൈസ്, സീ യു ഓൾ വിത്ത് എ ന്യൂ വീഡിയോ എന്ന് പറഞ്ഞേ. ടാറ്റ കൊടുത്തേ അവർക്ക്. ടാറ്റ കൊടുത്തേ. ടാറ്റ പറഞ്ഞേ. Bye guys. See you with a new video.